ഹായ് മക്കളെ, എടാ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞു, SSLC ഒക്കെ കഴിഞ്ഞു. SSLCൻ്റെ ഒരു വലിയ SLC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ എന്തൊക്കെ സംഭവമാക്കിയിട്ട് നിങ്ങൾ നിർത്തി. നിങ്ങൾ അടിപൊളി മാർക്കൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു പോയവരുണ്ടാവാം, പോട്ടെ. എന്തായാലും ഇനി നമ്മൾ +1 എത്തി. ഇനി നമ്മൾ +1 +2 എന്നുള്ള അടുത്ത കടമ്പ കടക്കാൻ പോകണല്ലേ. ഇനി മുഴുവൻ നിങ്ങളോട് വീട്ടുകാരാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഇനി ഞങ്ങളാണെങ്കിലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം +1 നന്നായിട്ട് നോക്കി പഠിച്ചോ. +1 നന്നായി നോക്കി പഠിച്ചാൽ മാത്രമേ +1 +2 കൂടി ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കുക, മാർക്ക് പിന്നീട് വരെ. അല്ലാതെ +1 വേറെ +2 വേറെ അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല. +1 +2 കൂട്ടിയായാണ് നിങ്ങൾക്ക് എന്തായിരിക്കുക, മാർക്ക് വരാം. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് കോളേജിൽ പോകുന്നുണ്ടെങ്കിലും ബാക്കി എന്ത് പരിപാടിയാണെങ്കിലും 2 മാർക്കും കൂടി കൂട്ടിയിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് പറയുക. 1200 മാർക്കിൽ എത്ര മാർക്ക് എന്നാണ് ചോദിക്കുക. അപ്പോൾ അതൊന്നും പറയാനല്ല ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നമ്മളെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനുള്ളത്, ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പൊളിറ്റിക്സിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ പുതിയ സബ്ജക്റ്റുകളൊക്കെ കേൾക്കുന്നുണ്ടാവും, പൊളിറ്റിക്സ്, സോഷ്യോളജി. ഇതുവരെ നമ്മൾ എന്ത് മാത്രം കേട്ടിട്ടുള്ളൂ, സോഷ്യൽ സയൻസ് അതാണ് കേട്ടുള്ളത്. ആ സോഷ്യൽ സയൻസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ അത് സെപ്പറേറ്റ് സബ്ജക്റ്റ് ആവണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നിങ്ങൾ മക്കൾ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, സോഷ്യോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇതൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ പോകണം അല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പൊളിറ്റിക്സ് തന്നെ ചിലർക്ക് നമ്മുടെ കൊമേഴ്സിലുള്ള ആളുകളുണ്ടാവും, അവർക്ക് അക്കൗണ്ടൻസി, അങ്ങനത്തെ കുറേ സബ്ജക്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പൊളിറ്റിക്സിൽ മക്കളെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത്, ആ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, ഈ കാര്യങ്ങൾ പറയാനായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്. നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് +1 മക്കളെ ഞാൻ പറയുന്നത് വളരെ ഈസിയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയാം, നല്ല ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പ് മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് പൊളിറ്റിക്സ്. നിങ്ങൾ +1 അപ്പോൾ +2 കിടക്കുമ്പോഴോ അത് കുറച്ചുകൂടി ടൈറ്റായിരിക്കും, കുറച്ചുകൂടി ടഫായിരിക്കും. പക്ഷേ +1 മക്കൾ എല്ലാതും കുഞ്ഞു കുഞ്ഞു ചാപ്റ്ററാണ്. 20 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 20 ചാപ്റ്റർ എന്ത് പഠിച്ചു തരാനാണ്? 20 ചാപ്റ്റർ നിങ്ങൾക്കൊരു 8 ചാപ്റ്ററിൻ്റെ അത്ര വലുപ്പം വരുന്നുള്ളൂ. ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ കുറേ പഠിക്കാനൊന്നുമില്ല. എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തരും അല്ലെങ്കിൽ പഠിപ്പിച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മതി. അപ്പോൾ നോക്കാം, പൊളിറ്റിക്സ് പാർട്ട് 1 പാർട്ട് 2 എന്നാണ്. അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് ബേജാറാവേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ലടാ, 2 പാർട്ടായിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതേപോലെ അങ്ങോട്ട് മനസ്സിലാക്കാൻ മതി. അപ്പോൾ പാർട്ട് 1 നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നോക്കണേ, പാർട്ട് 1 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുക, ആരാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ ചുമതലകൾ, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പ്രസിഡന്റ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പാർലമെന്റ്, ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പാർട്ടാണ് ഇതെന്ന് പറഞ്ഞാൽ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ എന്താ പറയുക, നമ്മുടെ സെക്കുലറിസം, മതേതരത്വം, അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ്സുകൾ, ഇത് അല്ലെങ്കിൽ നമ്മുടെ ഇക്വാലിറ്റി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പാർട്ട് 1 അടങ്ങിയിട്ടുള്ള പാർട്ട് 1 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ്, മേ ബി നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ. ഭരണഘടനയെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് ഭരണഘടന ഫോം ചെയ്തത്, അതാണ് അതിൽ പറയുന്നത്. ഭരണഘടന ആരാണ് രൂപീകരിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, ഭരണഘടന എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലാണ് മക്കളെ നിങ്ങൾ 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ, മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ, റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന, നമ്മൾ ഇലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ, എങ്ങനെയാണ് ഈ ഇലക്ഷൻ എത്ര വർഷം കൂടുമ്പോൾ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി അടുത്ത എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗങ്ങൾ, അതിലാണ് നമ്മുടെ എന്തൊക്കെ വരുന്നത്, പ്രസിഡന്റ്, കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ, അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പുതിയ പുതിയ നിയമങ്ങൾ വരും. ഇപ്പോൾ പറയാറില്ല ചില ഭാഗങ്ങളിൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പുതിയ എന്തൊക്കെ വരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അത് നിയമങ്ങളല്ല, പക്ഷേ എന്നാലും പല പല നിയമങ്ങൾ വരും. ആ നിയമങ്ങളൊക്കെ പാസ്സാക്കുന്നതും കാര്യങ്ങളൊക്കെ ഈ നിയമനിർമ്മാണ സഭകളിൽ നിന്നാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത്ര കുറച്ചേ പഠിക്കാനുള്ളൂ. ഇനി 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർട്ടുകളില്ലേ, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ജുഡീഷ്യറി. ഇനി അടുത്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ഫെഡറലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റമാണ്. ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മലയാളമൊന്നുമില്ല, ഫെഡറലിസം എന്ന് പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എന്തുണ്ടാവും, ഒരു അധികാരമുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു തരും. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു അധികാരം ഉണ്ടാവും.
അപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഓരോ ചീഫ് മിനിസ്റ്റർ, ഓരോ മുഖ്യമന്ത്രി ഉണ്ടായിരിക്കും. നമ്മളെ കേന്ദ്രത്തിന് എന്തുണ്ടായിരിക്കും, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. അപ്പൊ ഇതിൽ വലിയ ആൾ ആരാണ്? അങ്ങനെ ചിന്ത, വലിയ ആൾ പ്രൈം മിനിസ്റ്ററാണ് എന്ന് വെച്ചാൽ വലിയ ആൾ പറയുന്നത് മുഴുവൻ എല്ലാ സ്റ്റേറ്റും കേൾക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് രണ്ട് കൂട്ടർക്ക് ഓരോ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുക, അല്ലെങ്കിൽ ആ അധികാരത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനൊക്കെ പറയുന്ന ചാപ്റ്ററാണ് ഫെഡറലിസം എന്ന് പറഞ്ഞത്. ഇനി എട്ടാമത്താണ് ലോക്കൽ ഗവൺമെന്റ്. ലോക്കൽ ഗവൺമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്ന പരിപാടികളില്ലേ, നമ്മുടെ മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത് ഭരണഘടനയിലൂടെ എങ്ങനെയാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്സിനെ പറ്റി പറയുന്നത്. നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തരുത്, മുനിസിപ്പാലിറ്റിയെ പറ്റിയിട്ടും പഞ്ചായത്തിനെ പറ്റിയിട്ടും ആ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇനി അടുത്ത 9ാമത്തെ ചാപ്റ്ററാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെന്റ് എന്ന് പറയും. ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ ഭരണഘടനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണഘടനയുടെ തത്വങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഭരണഘടന എന്തൊക്കെയാണ്, നമ്മുടെ സെക്കുലറിസമാണ് നമ്മുടെ ഭരണഘടന, ഈ കാര്യങ്ങളൊക്കെ പറ്റി പറയുന്ന സിമ്പിൾ ചെറിയൊരു ടോപ്പിക് പോലെയാണ് ഓരോ ചാപ്റ്റേഴ്സും. പിന്നെ അതുപോലെ തന്നെ ആ പാർട്ട് 1ലെ 10ാമത്തെ ചാപ്റ്ററാണ് ഫിലോസഫി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം എന്ന് പറയും. ഇന്ത്യയുടെ ഭരണഘടന തത്വശാസ്ത്രം. അതിലാണ് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ഭരണഘടന എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, സെക്കുലറിസമാണ്, അതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്ന കുറേ വിമർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്രിറ്റിസിസം ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ 10ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി പാർട്ട് 2ലേക്ക് വരാം. പാർട്ട് 2ൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പൊളിറ്റിക്കൽ തിയറി, നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ കാര്യങ്ങളാണ്, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളാണ്, പൊളിറ്റിക്കൽ തിയറീസ് ആണ്. അതിൽ ഏകദേശം ഒരു 3 തിയറീസ് ഒക്കെ പഠിക്കും, 3-4 തിയറീസ് ഒക്കെ പഠിക്കാനുണ്ട്. അത്ര മാത്രമേ ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും ആ ചാപ്റ്ററിൽ പഠിക്കാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഓരോ ടോപ്പിക് ഓരോ ചാപ്റ്റർ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലെ മക്കളെ പറഞ്ഞത് അത്രക്കും ഈസിയാണ് +1ലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ +1ലെ പൊളിറ്റിക്സ് നന്നായിട്ട് നോക്കിക്കൊണ്ടു, നന്നായിട്ട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് നോക്കണമെന്നില്ല, ഇഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. അത് നിങ്ങൾക്ക് +2 ഉപകാരപ്പെടും. കാരണം +1 +2 ഒരുമിച്ചാണ് മാർക്ക് വരാമെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2ാമത്താണ് പാർട്ട് 2ലെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് സ്കൂളിൽ എടുത്ത് വരുമ്പോൾ ഇത് 11ാമത്തെ ചാപ്റ്റർ എന്നാ പറയാം. മനസ്സിലാക്കണേ, ഇത് പാർട്ട് 2ലെ 2ാമത്തെ 12ാമത്തെ ചാപ്റ്റർ എന്നൊക്കെ പറയും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി 2ാമത്തെ പാർട്ട് 2ലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഏതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 12ാമത്തെ ചാപ്റ്ററാണ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ട് അല്ലേ. എങ്ങനെയൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടണം, അല്ലെങ്കിൽ എന്താണ് ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് ടൈപ്പ് ഫ്രീഡം ഉണ്ട്, പല ടൈപ്പ് ഫ്രീഡം ഉണ്ട്. അത് ചിലർ ആ ടൈപ്പ് ഓഫ് ഫ്രീഡംസിനെ പറ്റിയിട്ട് ഏതിൽ പഠിക്കുന്നുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. പാർട്ട് 2ലെ സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ 12ാമത്തെ ചാപ്റ്ററിൽ. അതുപോലെ തന്നെ ഇക്വാലിറ്റി, സമത്വം, എന്താണ് ഈ സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എപ്പോഴാണ് സമത്വം ഇല്ലാതായി പോകുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇക്വാലിറ്റി ഇല്ലാതായി പോകുന്നത്, അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനി 4ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹികപരമായിട്ട് എങ്ങനെയൊക്കെ ആളുകൾക്ക് നീതി ലഭിക്കണം, അല്ലെങ്കിൽ നീതി ലഭിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസിലും പറയപ്പെടുന്നത്. പിന്നെ 5ാമത്തേതാണ് നമ്മുടെ റൈറ്റ്സ്, അവകാശങ്ങൾ. പല ടൈപ്പ് റൈറ്റ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുന്ന 3 ടൈപ്പ്. എക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, വെച്ചാൽ സാമ്പത്തിക അവകാശങ്ങളുണ്ട്. പൊളിറ്റിക്കൽ റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സിവിൽ റൈറ്റ്സുകളുണ്ട്. ഇങ്ങനത്തെ ഓരോ ടൈപ്സ് ഓഫ് റൈറ്റ്സിനെ പറ്റി പഠിക്കുന്നതാണ് നമ്മളെ റൈറ്റ്സ് എന്ന ചാപ്റ്ററിൽ കൂടുതലും പറയുന്നത്. പിന്നെ ഇതിലൊക്കെ വൺ വേർഡുകളൊക്കെ വരും കേട്ടോ, ഓരോരുത്തർ എഴുതിയ ബുക്കുകളെ പറ്റിയിട്ടും ഇതൊക്കെ ഈ ചാപ്റ്ററിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 6ാമത്താണ് സിറ്റിസൺഷിപ്പ്, പൗരത്വത്തെ പറ്റിയിട്ട്. നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ സിറ്റിസണാന്ന് പറയും. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞത്? നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പൗരനായി വന്നു അല്ലേ. അപ്പോൾ പല ടൈപ്പ് രീതിയിലും നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റും, സിറ്റിസൺഷിപ്പ് കിട്ടും. ഇപ്പോൾ നമ്മൾ കാനഡയിൽ പോയിട്ട് ഒരുപാട് വർഷം അവിടെ ജീവിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് സിറ്റിസൺഷിപ്പ് ഉണ്ട്, അത് വേറെ ടൈപ്പ്. അപ്പോൾ ജനിക്കുമ്പോൾ കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കല്യാണം കഴിച്ചാൽ കിട്ടുന്ന സിറ്റിസൺഷിപ്പ് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ ടൈപ്പ് സിറ്റിസൺഷിപ്പാണ് നമ്മളെ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് സിറ്റിസൺഷിപ്പ് കിട്ടുക, ഇതൊക്കെയാണ് നമ്മൾ സിറ്റിസൺഷിപ്പിൽ പറയുന്നത്. 7ാമത്തെ നാഷണാലിസം, ദേശീയത. എന്താണ് ദേശീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു അല്ലെങ്കിൽ നാഷണാലിസത്തിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എപ്പോഴാണ് നമുക്കൊരു രാജ്യത്തിനോട് ദേശീയത തോന്നുന്നത്, അങ്ങനെ തോന്നാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഏതിൽ പഠിക്കുന്നത്, നമ്മുടെ നാഷണാലിസം എന്ന് പഠിക്കുന്നത്. പിന്നെ സെക്കുലറിസം, നമ്മുടെ രാജ്യം സെക്കുലറിസമാണ്, മതേതരത്വമാണ്. അപ്പോൾ സെക്കുലറിസത്തിൽ തന്നെ 2 ടൈപ്പ് സെക്കുലറിസം ഉണ്ട്. വെസ്റ്റേണും ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സെക്കുലറിസം ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ സെക്കുലറിസം ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെക്കുലറിസത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അത് പഠിക്കാനുണ്ട്. പിന്നെ പീസ്, സമാധാനം, അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. പീസ്, സമാധാനം 9ാമത്തെ ചാപ്റ്ററാണ്, സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററാണ് പീസ് എന്നുള്ളത്. ആ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത്, എപ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പീസിനെ
ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തെ ഇല്ലാതാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ഇവിടെ പീസ് നഷ്ടപ്പെടുക, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിലൂടെ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മെൻ ഹൈറാർക്കി, പുരുഷാധിപത്യം എന്നൊക്കെ പറയില്ലേ, ആ കാര്യങ്ങളിലൂടെ ഒക്കെ ഇവിടെ പീസ്ഫുൾ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് ആണ് ഡെവലപ്മെൻറ്റിലൊക്കെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അതേ ഉണ്ടാവുള്ളൂ. ഡെവലപ്മെൻറ്റ് 2 ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. എങ്ങനെയാണ്? ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് മനുഷ്യൻ്റെ മറ്റേ വീട് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഇനി അത് നഷ്ടപ്പെടാതെ പോകുന്ന കുറച്ച് ഡെവലപ്മെൻറ്റ്, അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതേ ആ ഡെവലപ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥിരമായി ഓരോ വീഡിയോസ് ഇങ്ങനെ പൊളിറ്റിക്സുമായിട്ടും പല ചാപ്റ്ററുമായിട്ടും നമ്മൾ +2 നിങ്ങളെ കളർഫുൾ ആക്കാൻ നമ്മൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇനി അറിയാത്ത മക്കളുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലേ എവിടെ തപ്പിയിട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മാത്രമല്ല, ഇത് ചിലപ്പോൾ നിങ്ങൾ പറയും ചാപ്റ്ററിൻ്റെ വീഡിയോ അല്ലേ, ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മക്കളെ. ഇനി ഓരോ ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും, ഓരോ കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, ഈ മടി മാറ്റാൻ എങ്ങനെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് എഡ്യൂപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ ഒപ്പം നിന്നാൽ മതി. ഓക്കെ, ബൈ ബൈ ബൈ.